ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മീ റിഫ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ കുറേ ദിവസമായിട്ട് വീഡിയോ ഇടുന്നില്ല. കാരണം ഞാൻ സ്ഥലത്തില്ലായിരുന്നു. ഞാൻ കോട്ടയം ആ റൂട്ട് പോയേക്കുമായിരുന്നു. കുറച്ച് അത്യാവശ്യമായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയേക്കുമായിരുന്നു. ഫുള്ളൊരു കറക്കത്തിലായിരുന്നു. അപ്പം അവിടെ നിന്ന് എടുത്ത വീഡിയോസ് ഉണ്ട്, അതിനെ അപ്ലോഡ് ചെയ്യണം. അപ്പം അത് അവിടുത്തെ ഒരു ഫോണിൽ ആണ് ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് എനിക്ക് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ, നമ്മൾ ഇതുവരെ പറഞ്ഞില്ല, കൂടുതൽ പറഞ്ഞ ബോറടിപ്പില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കും. ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, ഗപ്പിയെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. ഇതിലിപ്പോൾ നല്ല വലിയ ഗപ്പികളാണ് കിടക്കുന്നത്. നിങ്ങൾക്കിത് കാണാൻ പറ്റത്തില്ല, കാരണം ഇത് ഫുള്ള് പച്ചയൊക്കെ അടിച്ച് ഫുള്ള് ഞാൻ എക്സിറ്റ് കാണിച്ചാൽ പോലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ആദ്യം എൻ്റെ ഒരു കുളമായിരുന്നു, ചെറിയ കുളം. അപ്പോൾ ഞാൻ ഒരു 3 മീൻ ഇട്ടു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കുറേ കുഞ്ഞുങ്ങളായി. അത് ഞാൻ ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത് വീടിൻ്റെ മേളിലാണ്. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് അതൊന്ന് കണ്ടിട്ടില്ല. അപ്പോൾ ഇപ്പോൾ കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ വലുതായി കിടപ്പുണ്ട്. അത് നമുക്ക് കാണിക്കാൻ പറ്റുമെങ്കിൽ പറ്റിച്ചാൽ കാണിക്കാം. അതേപോലെ എൻ്റെ ഹോട്ട് വീൽസ് കളിച്ച് ഇതിൻ്റെ അകത്ത് കുറേ പോയിട്ടുണ്ട്. അതൊക്കെ തപ്പിയെടുക്കണം. കുറച്ച് ആഴമുണ്ട് കേട്ടോ, കാണുന്ന കണക്കല്ല. അപ്പോൾ നമുക്ക് വീടിൻ്റെ മേളിൽ പോയിട്ട് എൻ്റെ ഗപ്പി കാണിച്ചു തരാം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. നേരെ വീഡിയോയിലേക്ക്. നമ്മളിപ്പോൾ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ വീടിൻ്റെ സ്റ്റെപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ആയിട്ട് നമ്മൾ തടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ വീടിൻ്റെ മോൾ ഭാഗം. അപ്പോൾ നമുക്ക് നേരെ ഗപ്പിയുടെ അടുത്തേക്ക് പോകാം. ഹേ ഗൈസ്, നമ്മളിപ്പോൾ ഇവിടെ ഷെഡ് കണക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട്. ഇത് ഫ്ലെക്സ് ആണ്. ഒരു 3 ഫ്ലെക്സ് ബോർഡിൻ്റെ കമ്പികളാണ്. ഇതൊക്കെ ഇവിടെ കിടന്ന് തുരുമ്പെടുത്തു. അപ്പം ഇതൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്ത് കെട്ടി ഒരു സ്ഥലം സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് തറയിൽ ഇതൊക്കെ വെട്ടി ഈർപ്പം പിടിക്കാതിരിക്കാൻ പല കയറി ഇടിച്ചു കേട്ടോ. അതാണ്ട് ഈ കമ്പിയിൽ വീടിൻ്റെ ഷീറ്റിട്ടതിൻ്റെ ബാക്കി കമ്പികളും ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു അക്വേറിയമാണ്. ഇതെനിക്ക് മേളത്തെ ആൻറ്റി തന്ന അക്വേറിയം. ഇതും അവിടെ നിന്ന് തന്നെ കൊണ്ടുവന്ന ഒരു ഐസ് ബോക്സാണ്. ഇതെനിക്ക് ഒരു എക്സർവീസുള്ള വീട്ടിൽ എൻ്റെ അപ്പച്ചി തന്ന ഇതാണ് കേട്ടോ. ഗപ്പി കിടപ്പുണ്ട്, കുഞ്ഞുങ്ങളാണ്. അതേപോലെ ഇതിൽ നല്ല വലിയ ഗപ്പി കിടപ്പുണ്ട്. കാണുന്നില്ലല്ലേ, ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. വെള്ളം തെളിയിച്ചിട്ട് ഇതുണ്ട്. ഇതിൽ സിസർ കട്ടൊക്കെ ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇതുണ്ട് ഐസ് മീൻ കിടക്കുന്നുണ്ടോ? ഫുള്ള് മീനുണ്ട് കേട്ടോ. ഐസ് മീൻ കിടക്കുന്നുണ്ടോ? കാണാവോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കറക്റ്റ്. മീൻ നിങ്ങൾക്ക് കാണാവോ ഗൈസ്? കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. കാണാവോ കറക്റ്റ്? ഇവിടെയൊക്കെ ആയിട്ട് മീൻ കിടക്കുന്നത്. ഇതൊക്കെ ഇതിൽ കുറേ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. കാണാവോ എന്ന് കറക്റ്റ് അറിയില്ല. ഇതിൽ ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളുണ്ട്. അത് അത്യാവശ്യം കാണാൻ തോന്നുന്നുണ്ട്. ഉണ്ടോ? കുറേ കുഞ്ഞുങ്ങളുണ്ട്. ഇതിലോ അത്യാവശ്യം കുറേ കുഞ്ഞുങ്ങളുണ്ട്. അത്യാവശ്യം കളറൊക്കെ വെച്ച് വരുന്നുണ്ട്. കുറേ ഉണ്ടെങ്കിൽ എനിക്ക് എല്ലാം ക്യാമറയിൽ കിട്ടില്ല. ഇതിലുള്ള സിസർ കട്ടിനെയൊക്കെ കാണിച്ചെടുക്കലാണ് പണി. ഇത് കണ്ടോ? സൈഡൊക്കെ എങ്ങനെയൊക്കെ രീതിയിൽ എടുത്തു നോക്കിയാലും ഈ സാധനം കിട്ടത്തില്ല. അത് ഇപ്പം അങ്ങോട്ട് നീന്തി പോകുന്നത് ഇതുണ്ടോ? സിസർ കട്ടൊന്നും ക്യാമറയിലേക്കേ വരുന്നില്ല. അപ്പം ഇവിടെ ആയിട്ട് ഇതിരിപ്പുണ്ട്. ഇതിലൊന്നും കിടപ്പില്ല കേട്ടോ. ഇതിൽ കുറേ മീനുകളുണ്ട്. നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു കുറേ ഉള്ളതുകൊണ്ട്. ഇതിലും കുറച്ച് മീനുണ്ട്, കാണാൻ തോന്നുന്നു. ഫുള്ള് കുടിച്ച് കിടക്കാം കേട്ടോ. ഇത് വീടിൻ്റെ മേളിലായതുകൊണ്ട് തന്നെയും അത്യാവശ്യം നല്ല അഴുക്കുണ്ട് കേട്ടോ. സൈഡൊക്കെ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും. നല്ല പച്ചയാക്കി വെള്ളം നല്ല പച്ചയായി നല്ല അഴുക്ക്, അത്യാവശ്യം നല്ല അഴുക്ക് പിടിച്ചിരിക്കുന്നുണ്ട്. ഇതിലാണെങ്കിലും നല്ല അഴുക്കായി മീനിട്ട ശേഷം ഇത് കണ്ടോ? അടിയിൽ കൂടെയൊക്കെ മീൻ കിടന്ന് ഓടുന്നുണ്ട്. എനിക്ക് കറക്റ്റ് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് കാണാമെന്ന് എനിക്ക് മനസ്സിലായി. കറക്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. നിങ്ങൾ കറക്റ്റ് സ്ക്രീനിൽ തന്നെ ശ്രദ്ധിച്ചോ. കണ്ടോ? കറക്റ്റ് ഇതിൽ മീൻ കാണിച്ചെടുക്കുക വെച്ച പണിയാണെങ്കിലും ഇത് കണ്ടോ കിടക്കുന്നുണ്ടോ? ഇതിലാണെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം മീനെയൊക്കെ ഒന്ന് കാണാം. എങ്ങനെ വെള്ളത്തിലേക്ക് ഇറക്കി പിടിക്കാം. ക്യാമറ റിസ്ക്കാണ്, വെള്ളത്തിൽ പോയതാണ്. ഉണ്ടോ? അതേപോലെയാണ് ഇതിൽ എനിക്ക് ഒരിക്കലും കണ്ടെടുക്കാൻ വേണ്ടി സാധിക്കില്ല. അടിഭാഗം കറക്റ്റ് കണ്ടാൽ കൂടി ഇതിൻ്റെ മീനെ കണ്ണ് നടക്കുന്ന വരും. അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ഫുഡ്. ഈ അക്വേറിയത്തിൻ്റെ അടപ്പാണ്. ഇതൊക്കെ തറയിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ബെഞ്ചിലാണ് വെച്ചിരിക്കുന്നത്, ഡെസ്കിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത്
ഇനി എടുക്കാം. ഇതാണ് ഇതിൻ്റെ ഫുഡ് വരുന്നത്. ഇതിൻ്റെ പേര് ഗപ്പി വൈറ്റ് എന്നാണ് ഈ ഫുഡിൻ്റെ പേര്. ഇത് കണ്ടോ, ഫുഡാണ് ഗപ്പി വൈറ്റ്. ഞാൻ തുറന്ന് കാണിച്ചു തരാവേ. കണ്ട, ഈ ഫുഡ് ഗപ്പി വൈറ്റ് എന്നാണ് പേര്. കണ്ടോ, ഇതാണ് ഫുഡ്. അതേപോലെ തന്നെ ഈ ഫുഡ്, ഇത് രണ്ടും ഒരു ഗപ്പി വൈറ്റ് തീറ്റ കേട്ടോ. ഇത് സാധനം കൊടുക്കുന്നത്, ഈ സാധനം കൊടുക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഈ സാധനം മീനിൻ്റെ കളർ ഗ്രേഡിങ്ങിനുള്ള സാധനമാണ്. അതേപോലെ ഈ സാധനം, ഇത് കളർ ഗ്രേഡിങ് കുറച്ചൊക്കെ ഉണ്ടാവുമെങ്കിലും ഇത് മെയിനായിട്ട് നമ്മൾ ഈ തീറ്റ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ മീൻ വളരാനാണ്, ഫാസ്റ്റ് ഗ്രോവിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ അധികം കൊടുക്കലില്ല. ഞാൻ ഇത് കുറച്ചൊന്ന് ഇട്ട് കാണിച്ചു തരാം. ഇതുണ്ടോ, ഈ വലിയ കുരത്തിലേക്ക് ഇടുവാണ്. കുറച്ചിട്ട് കൊടുത്തു. വേണ്ട, ഒരുത്തനും വന്നിട്ടില്ല. ഇനി നമുക്ക് ഇതിൽ കുറച്ചിടാം. അതിലും കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ട, ഇത്രയും വീഴല്ലേ, പക്ഷേ കുറച്ച് വീണ്, കുഴപ്പമില്ല. ഇത്രയും ദിവസം കൊടുത്തിട്ടില്ലായിരുന്നു, എവിടെയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിൽ കുറച്ചിടാം. കുറച്ചിട്ടിട്ടുണ്ട്. കയറി വരും പിന്നെ. കണ്ട, ഇനി ഇതിൽ കുറച്ചിടാം. അത് കുറച്ച് ഓവർ ആയിപ്പോയി, അതുകൊണ്ട് ഇത്രയും ഓവർ തീറ്റ കൊടുത്താൽ ശരിയാകത്തില്ല. അതുകൊണ്ട് കുറച്ചിങ്ങ് കോരി കേട്ടോ. ഓവർ തീറ്റ കൊടുത്താൽ ശരിയാകത്തില്ല. തീറ്റ കൊടുക്കാൻ എനിക്ക് മടിയായിട്ടും എച്ചിത്തരമായിട്ടും അല്ല ഞാൻ ഇങ്ങനെ കോരി കളയുന്നത്. ഓവർ തീറ്റ കൊടുത്തുകൂടാ അവർക്ക്. ഇതിലെ തീറ്റ എടുക്കാൻ ആരും വന്നിട്ടില്ല, വലിയ തീറ്റ ആയതുകൊണ്ടായിരിക്കും. പക്ഷേ ഗപ്പി വൈറ്റ് കിട്ടാൻ നിമിഷം കയറി വരും തീറ്റ എടുക്കാനായിട്ട്. പിന്നെ കഴിച്ചോട്ടെ, നമ്മൾ നിർബന്ധിച്ചിട്ട് കാര്യമില്ല. അതേപോലെ തന്നെ ഇതിലും കുറച്ച് ഓവർ പോലെ എനിക്ക് തോന്നി. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കുറച്ചിങ്ങനെ ഈ സാധനം വെച്ച് ഇങ്ങനെ മുപ്പിയെടുക്കാം കേട്ടോ. ഇങ്ങനെ എടുത്തും കളഞ്ഞു. നമുക്ക് ഈ കപ്പ് കൊണ്ട് തന്നെ കുറച്ച് എല്ലാത്തിനും ഓവറായിട്ട് തോന്നി. എല്ലാത്തിനും ഇതിലൊക്കെ കുഞ്ഞുങ്ങൾ കയറി കിടന്നാൽ കൂടി അറിയത്തില്ല. ഓവറായിട്ട് തോന്നി എല്ലാത്തിനും കുറച്ച് കോരിക്കളഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇത് നമ്മുടെ മെർസിഡീസിൻ്റെ ഐസ്ക്രീമിൻ്റെ ടിന്ന കേട്ടോ. ഫിഗ് ആൻഡ് ഹണി എന്നൊക്കെയാണ്. അതേപോലെ ഈ ഭാഗത്തേക്ക് ഒരു അഴുക്ക് കൂടിയില്ല, ഒരു പൊടി പോലും കയറ്റാറില്ല. അത്യാവശ്യം ഞാൻ വൃത്തിക്ക് തന്നെ സൂക്ഷിക്കുന്നൊരു സ്ഥലമാണ്. ഇതാണ് നമ്മൾ വീടിൻ്റെ ടോപ്പ് ഭാഗം വരുന്നത്. ഇവിടെ നോക്കിയാതെ താഴെ ഇത് മറ്റേ ടോപ്പ് ലൈറ്റിൻ്റെത്. അപ്പോൾ ഇതാണ് നമ്മുടെ കുളം വരുന്നത്. കാണാമോ എന്ന് പറഞ്ഞില്ല, ഇപ്പോൾ കയറി വന്നിരുന്നത്. പക്ഷേ ഈ മീനെ കാണുമ്പോൾ എനിക്ക് ഒരുമാതിരി വരും കേട്ടോ. കാരണം മുത്തുക്കായി വലുതായി എന്ന് വെച്ചാൽ സൈസ് എക്സെപ്റ്റ് പറയുവാണെങ്കിൽ സൈസ് എന്ന് പറയുമ്പോൾ ഈ മുളകിൻ്റെ ഒരു 4 ഇരട്ടി സൈസും വണ്ണം ഈ ഒരു 2 മുളകല്ല, ഒരു 2 മുളക് കൂട്ടി വയ്ക്കുമ്പോൾ ഈ ഒരു സൈസ്, ഇത്രയും സൈസ് വരുന്ന മീനെ കാണുമ്പോൾ പെട്ടെന്ന് ഒരു മനുഷ്യന് പേടിയാവും കേട്ടോ. അതേപോലെ ഇതിൽ മാക്രയും തവളയൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ ഒന്ന് സൂമിട്ട് കാണിച്ചു തരാം. ഇത് നോക്കിക്കോ, കാണുന്നില്ലല്ലേ? കാണാൻ പണിയാണ്. പരമാവധി പറ്റിക്കുമ്പോൾ വീഡിയോ ആയിട്ട് വരാം. ഇപ്പോൾ കുളം പറ്റിക്കുമ്പോൾ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോ വരുന്നത് വരെ, അല്ലെങ്കിൽ വേറൊരു വീഡിയോ വരുന്നത് വരെ ബൈ. സബ്സ്ക്രൈബും ലൈക്കും ആ സാധനമൊന്നും മറക്കില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. സപ്പോർട്ട് ചെയ്ത് കൂടെ കാണണം. പുതിയ ചാനലാണ്, എല്ലാവരും കൂടെ കാണുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ.